പിന്നെ അഗെയിൻ ഒരു സ്കൂൾ ടൈമിൽ ഒരു ആർമി, ഒരു നേവി, അങ്ങനെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. സോ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ 2024 പ്രിലിംസ് പാസ്സായപ്പോൾ ഒരു കെയോട്ടിക് സ്റ്റേറ്റ് ആയിരുന്നു. ലൈക്ക് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒന്ന് രണ്ടുപേര് ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആയിരുന്നു. ചിലർ നമ്മളെ പറയാൻ ശ്രമിക്കാത്ത ഒരു മനസ്സ് ക്യാരക്ടറുള്ള ഒരാളുണ്ടായിരുന്നു. റൂമിലിരുന്ന് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ റീഡിംഗ് റൂം പുറത്തിറങ്ങിയത്. അപ്പോൾ വെറുതെ റാൻഡമായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി കൊന്നെടുത്തതാണ്. iTutor അക്കാഡമി ടോപ്പ് സ്പേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഓൾ ഇന്ത്യ റാങ്ക് 248 നേടിയ അരവിന്ദ് ഈശ്വരൻകുട്ടിയാണ്. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഇന്ത്യൻ പോലീസ് സർവീസിലേക്കുള്ള അരവിന്ദിന്റെ ജേർണിയും എക്സ്പീരിയൻസും ചലഞ്ചസും ഇവിടെ ഷെയർ ചെയ്യും. വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അരവിന്ദ് ഈശ്വരൻകുട്ടിയാണ്. ഓൾ ഇന്ത്യ റാങ്ക് 248 ആണ് അരവിന്ദ് കരസ്ഥമാക്കിയിരിക്കുന്നത്. സോ അരവിന്ദിൻ്റെ ഈ ഒരു വലിയൊരു ജേർണി, ഏകദേശം 2 years എടുത്ത ജേർണിയാണ്. അതിനെക്കുറിച്ച് നമ്മളുമായിട്ട് ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു 2023 iTutorലേക്ക് വന്നതല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ആദ്യം തന്നെ? ഞാൻ ആക്ച്വലി ഏതെങ്കിലും ഒരു റൂമിലിരുന്ന് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ റീഡിംഗ് റൂം പുറത്തിറങ്ങിയത്. വെറുതെ റാൻഡമായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഫസ്റ്റ് വന്ന സ്ഥലം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റീഡിംഗ് റൂം ആയിരുന്നു. പിന്നെ 3 വർഷം ഇവിടെ തന്നെയായിരുന്നു. ഓക്കെ. അപ്പം അരവിന്ദ് സ്റ്റാർട്ട് ചെയ്തത് ബിടെക് ആയിരുന്നു തോന്നുന്നു അല്ലേ? ഇതൊരു സ്കൂൾ ടൈം തൊട്ടുള്ള ഒരു ഡ്രീം ആയിരുന്നോ അതോ? അല്ലല്ല, ഞാൻ കോളേജിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ബിടെക് കഴിഞ്ഞാണോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? അല്ല, ഞാൻ ബിടെക്കിന്റെ ഇടയിൽ കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ബിടെക് ആയിട്ട് തിരക്കായി. പിന്നെ ഞാൻ ബിടെക് കഴിഞ്ഞിട്ടാണ് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ബിടെക്കിന് ഇടയ്ക്ക് UPSC എന്നൊരു ഡ്രീം വരാൻ കാര്യം? കുറെ കാരണങ്ങളുണ്ട്. ലൈക്ക് ഒരു ട്രിഗർ പോയിന്റ് പറയാനാണെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു IFSകാരന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഈ ഒരു എക്സാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവാണ് ചെയ്തത്. പിന്നെ അഗെയിൻ ഒരു സ്കൂൾ ടൈമിൽ ഒരു ആർമി, ഒരു നേവി, അങ്ങനെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വന്നപ്പോൾ IPS ഓപ്ഷൻ. അപ്പോൾ അങ്ങനെയാണ് സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കോളേജിൽ ലൈക്ക് കോവിഡ് സമയത്ത് നമ്മൾ ഒരുപാട് സിവിൽ സർവീസിനെ ന്യൂസിലും മറ്റും കണ്ട് അങ്ങനെയും ഒരു ഇൻസ്പിറേഷൻ. നിങ്ങൾക്ക് മേ ബി ഓൺലൈൻ ക്ലാസ് ആയിരിക്കും അല്ലേ കോവിഡ് ടൈമിൽ? അപ്പോൾ വീട്ടിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഒരു 2021 സമയത്ത് കുറേശ്ശെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ അത് കോളേജ് ഓഫ്ലൈൻ ആയപ്പോൾ എനിക്ക് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. അപ്പോൾ ഏതായിരുന്നു ഓപ്ഷണൽ സബ്ജക്ട്? ഏതാണ് എടുത്തത്? എൻ്റെ PSIR ആണ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പം ഈ ഒരു ബിടെക്കിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു ഷിഫ്റ്റ് എന്താണ് ഫീൽ ചെയ്തത്? എനിക്ക് ഭയങ്കര സമാധാനമാണ് തോന്നിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബിടെക് എടുക്കാൻ തീരുമാനിച്ചത് ആ സമയത്ത്? എല്ലാവരും ഓക്കെ. അപ്പോൾ അത് പിന്നെ പൊളിറ്റിക്കൽ സയൻസ് എടുത്തു അല്ലേ? ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ആരെങ്കിലും സജസ്റ്റ് ചെയ്താണോ അതോ സ്വയമേ കണ്ടെത്തിയതാണോ ഓപ്ഷണൽ സബ്ജക്ട്? അത് ആക്ച്വലി ഇൻട്രസ്റ്റ് ആണ്. ലൈക്ക് IR എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പം മിക്ക സ്റ്റുഡൻസിനും ഒരു ഓപ്ഷണൽ സബ്ജക്ട് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വളരെയധികം അവർ കൺഫ്യൂസ്ഡ് ആണ്. ഏതെടുക്കണം? ഈവൻ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും അവർ കൺഫ്യൂസ്ഡ് ആണ്. ഹിസ്റ്ററി എടുക്കണോ, ജോഗ്രഫി എടുക്കണോ, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊരു പറയാനുള്ളത്? ഓപ്ഷണൽ സബ്ജക്ട് എങ്ങനെ നോക്കി എടുക്കണം? എനിക്ക് പറയാനുള്ളത് ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അഗൈൻ നമുക്ക് ഈ ടെസ്റ്റ് എഴുതണം, ലൈക്ക് നോട്ട്സ് വേണം. അപ്പൊ അങ്ങനത്തെ ആസ്പെക്ടുകളും കൂടെ നോക്കിയിട്ട് വേണം ഒരു ഓപ്ഷനിലും കൂടെ ഫൈനലി ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് ഒരു നോ പോയിന്റ് ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം ഡയറക്റ്റ് ട്രിവാൻഡ്രം തൊട്ടാണ് പ്രിപ്പറേഷൻ അതോ ഡൽഹിയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് പ്രിലിംസിൽ നിന്ന് തുടങ്ങാം അല്ലേ? അപ്പം പ്രിലിംസ് എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കാര്യങ്ങളും? ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് ആയിരിക്കുമല്ലോ എന്തായാലും റെഫർ ചെയ്തിട്ടുണ്ടാവുക. പ്രിലിംസിന്റെ സിലബസ് വൈസ് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല അതിന്റെ ടോപ്പിക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ബേസിക്കലി ചില സ്റ്റാൻഡേർഡ് ബുക്സ്, അതായത് സബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്തു, ലൈക്ക് പോളിറ്റി, എക്കോണമി, എൻവയോൺമെന്റ്. എന്നിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് ബുക്സ് തറവായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ സ്ട്രാറ്റജി. അതുകൂടാതെ തന്നെ ലൈക്ക് PYQs റെഗുലർലി ഞാൻ ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട്. സ്റ്റാർട്ടിംഗ് തൊട്ടേ PYQ ചെയ്യുന്നു? സ്റ്റാർട്ടിംഗ് തൊട്ടല്ല, ഒരു മിഡ് PTS ഒക്കെ തുടങ്ങി ഒരു മിഡ് ഒക്കെ ആകുമ്പോഴേക്കാണ് ഞാൻ PYQ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഡെയിലി 50 ക്വസ്റ്റ്യൻസ്, ഡെയിലി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ക്വസ്റ്റ്യൻസ് ഡെയിലി 50 ചെയ്യും. അതുകൂടാതെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഞങ്ങൾ ഇവിടെ മുകളിൽ ഇരുന്നിട്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു വലിയ ജേർണിയിൽ? വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. എങ്ങനെയാണ് ആ ഒരു പിയർ ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചത്? എങ്ങനെയാണ്? അത് പലർക്കും അത് കിട്ടാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ്
ഒരു സ്റ്റാർട്ടിങ് എനിക്ക് ഇപ്പോൾ ഓർത്തെടുക്കാനാണെങ്കിൽ ഞാനിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഷിയാദും റാൻഡംലി എന്തോ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നാൽ ഇനി ഒരുമിച്ചിരിക്കാമെന്ന് ഞാനും ഷിയാദും ഫസ്റ്റ് തുടങ്ങിയത്. പിന്നെ അതിലേക്ക് ആതിര, സച്ചിൻ, ശ്രീരാഗ് എല്ലാവരും വന്ന് നമ്മുടെ റീഡിംഗ് റൂമിൽ ഒരു ഗ്രൂപ്പായി. ഓക്കെ ഓക്കെ. അപ്പം ആ ഒരു പിയർ ഗ്രൂപ്പാണ് ഇന്റർവ്യൂ അല്ലെങ്കിൽ മെയിൻസിന്റെ എക്സാം ഇതിനെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രിലിംസിന് ഈ ഒരു ഗ്രൂപ്പായിരുന്നു. പ്രിലിംസിന് ഈ ഒരു ഗ്രൂപ്പ്. മെയിൻസിന് പിന്നെ ഞാനും ഷിയാദും ഓപ്ഷണൽ. പിന്നെ ഇവിടെ തന്നെ ഫാത്തിമ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് ഈ പറഞ്ഞ പോലെ വീണ്ടും ഇന്റർവ്യൂ ഉള്ള കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം മെയിൻസിലേക്ക് വന്നപ്പം എന്താണ് റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? എന്നുവെച്ചാൽ ബിടെക് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ വളരെ വ്യത്യാസമായിരിക്കുമല്ലോ എഴുതേണ്ടത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഫസ്റ്റ് മെയിൻസ് ഞാൻ 2024 എഴുതുന്നത്. ആ സമയത്ത് എനിക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് തീരെ കുറവായിരുന്നു. പിന്നെ 2025 ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് GS-ഉം ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ഓപ്ഷണലും ഞാൻ ഡെയിലി എഴുതിയിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അഗെയിൻ ബിടെക്കിൽ നമ്മൾ അങ്ങനെ ആൻസർ എഴുതുക എന്നുള്ള ഒരു പരിപാടി ഇല്ല. അപ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് ശരിയായി, ഓട്ടോമാറ്റിക്കലി എഴുതി. ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു? ഇവിടെ ഇപ്പോൾ റീഡിംഗ് റൂമിൽ ഞാൻ രാവിലെ നേരത്തെ വരും. 8 മണി 8:30 ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ എല്ലാം അടച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പോവുക. സോ അത്രയും സമയം ഇരുന്ന് ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ 2 hours സ്ലോട്ടിലാണ് ഞാൻ കൂടുതൽ പഠിച്ചിരുന്നത്. ടൈം ടേബിൾ പെർസെ ഒന്നുമില്ല, പക്ഷെ ഞാൻ പ്രിലിംസ് 2 hours ആണ്. അപ്പൊ ഞാൻ ആ ഒരു ഏകദേശം ആ കണക്ക് നോക്കിയിട്ടാണ് ഞാൻ യൂഷ്വലി ഇരിക്കാറ്. പിന്നെ വിത്തിൻ എക്സാം ഈ പറഞ്ഞ പോലെ പ്രിലിംസ് പറയാനാണെങ്കിൽ ലൈക്ക് വായിച്ച് റീഡിംഗ് സ്പീഡ് കൂട്ടി അങ്ങനെ ഞാൻ 100 ക്വസ്റ്റ്യൻസ് 1.5 hours തീർക്കുന്ന രീതിയിൽ അത് കൂടുതൽ പ്രാക്ടീസ് വഴി തന്നെയാണ് ചെയ്തത്. പിന്നെ മെയിൻസും ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് തന്നെയാണ് വിത്തിൻ എക്സാം ടൈം മാനേജ്മെന്റ്. ലൈക്ക് ഞാൻ 15 മാർക്കർ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യും. 10 minutes വെച്ചിട്ട് ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്യും. പിന്നെ ബാക്കി വരുന്ന സമയം ലാവിഷായിട്ട് ഞാൻ 10 മാർക്കറിന് ഉപയോഗിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു ടൈം വെച്ചിട്ടാണോ 2 hours അല്ലെങ്കിൽ 1 hour വെച്ചിട്ടായിരുന്നോ? ഒരു ആൻസർ എത്ര മിനിറ്റിൽ തീർക്കണം? ഇപ്പൊ മെയിൻസിനാണെന്നുണ്ടെങ്കിൽ ഒരു ആൻസർ എത്ര മിനിറ്റിൽ തീർക്കണം അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പൊതുവെ ടൈം നോക്കാറില്ല. കാരണം ഓൾറെഡി എക്സാമിന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ ഞാൻ ഒരു ടൈം എടുത്ത് ആണ് ആൻസർ എഴുതാറ്. സോ അങ്ങനെ ഞാൻ ടൈം വെച്ചിട്ട് അങ്ങനെ സ്പെസിഫിക്കലി നോക്കാറില്ല. ഓക്കെ. ഇപ്പൊ PYQ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു 2 മണിക്കൂറാണ് പ്രിലിംസിന്റെ എക്സാം വരുന്നത്. അപ്പൊ PYQ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഞാൻ PYQ ആദ്യമൊക്കെ ഒരു 1.5-1.25 മണിക്കൂർ എടുത്ത് ചെയ്തു. പിന്നെ ഞാൻ ഒരു യൂസ് ടു ആയിട്ട് 1 hour ഞാൻ ക്വസ്റ്റ്യൻസ് തീർക്കാറുണ്ട്. 1 hour അപ്പൊ അത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ? 2 hours നമുക്ക് എന്തായാലും ഉണ്ടല്ലോ. പിന്നെ CSAT-ലേക്ക് വരുമ്പോൾ പ്രിലിംസിന്റെ കേസിൽ CSAT-ലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ബിടെക് പഠിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഞാൻ അത് കാരണം എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടില്ല CSAT-ന്. പിന്നെ ഞാൻ പ്രത്യേകം മെറ്റീരിയലും അങ്ങനെ പഠിച്ചിട്ടില്ല. PYQs സോൾവ് ചെയ്തിട്ട് തന്നെയാണ്. അത് ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ PYQ സോൾവ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ശരി. ഓക്കെ. അപ്പൊ മെന്റൽ എബിലിറ്റി ആണോ അതോ ഇംഗ്ലീഷ് ആണോ, ഏതായിരുന്നു? നമുക്കത് ക്വാളിഫയിങ് സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഏത് ഏരിയ ആയിരുന്നു അരവിന്ദനെ സംബന്ധിച്ച് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വന്നത് ബിടെക്? എനിക്ക് മാത്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ റീസണിങ്. പിന്നെ ഇംഗ്ലീഷ് ലൈക്ക് ഒരു അങ്ങനെ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ബിടെക്. അപ്പം നമ്മുടെ മെയിൻസിന്റെ ഇതിലേക്ക് വരുമ്പം എങ്ങനെയായിരുന്നു ഒരു GS-ഉം ഓപ്ഷണൽ സബ്ജക്റ്റും എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത രീതി, അതുപോലെ തന്നെ പഠിച്ച ബുക്സ്, അതുപോലെ ടോപ്പേഴ്സിന്റെ ഒക്കെ പേപ്പേഴ്സ്, ആൻസർ റൈറ്റിംഗ് സ്ക്രിപ്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ. ലൈക്ക് ഞാൻ 2024 മെയിൻസ് ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ ഓപ്ഷണലിൽ ആണ് എൻ്റെ ഒരു 80% ഓഫ് ടൈം ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തത്. കാരണം കണ്ടന്റ് ബിൽഡ് ചെയ്യണം. GS ഞാൻ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല. അഗെയിൻ ആൻസർ റൈറ്റിംഗും മൊത്തത്തിൽ 2024 മെയിൻസിൽ കുറവായിരുന്നു. അപ്പോൾ 2024 പ്രിലിംസ് പാസ്സായപ്പോൾ ഒരു കയോട്ടിക് സ്റ്റേറ്റ് ആയിരുന്നു. ലൈക്ക് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ അത് പതുക്കെ സെറ്റായി വന്നപ്പോഴേക്കും മെയിൻസ് ആയി. അപ്പോൾ എനിക്ക് അത് ക്ലിയർ ആവാൻ പറ്റിയില്ല. 7 മാർക്സിനാണ് മിസ്സായി പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് 2025 വന്നപ്പോൾ ഞാൻ അത്യാവശ്യം ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചു എല്ലാം. അപ്പോൾ ഞാൻ നേരത്തെ 80% ടൈം ഓപ്ഷനിൽ കൊടുത്തത് അല്ലെങ്കിൽ 90% ടൈം ഓപ്ഷനിൽ കൊടുത്തത് 50-50 ആയിട്ട് മാറ്റി. ലൈക്ക് 50% ഫോർ ഓപ്ഷണൽ, 50% ഫോർ GS. അതുകൂടാതെ തന്നെ ആൻസർ റൈറ്റിംഗ് ഞാൻ നല്ലോണം കൂട്ടി. കഴിഞ്ഞ കൊല്ലം അധികം ആൻസർ എഴുതിയിട്ടില്ല. ഇപ്രാവശ്യം അത് വന്നപ്പോൾ ഡെയിലി ബേസിസിൽ 10 to 12 ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതിയിരുന്നു മെയിൻസിന്റെ. അപ്പോൾ അതായിരുന്നു ഒരു ഷിഫ്റ്റ്. പിന്നെ ഞാൻ GS-ന്
സ്പെസിഫിക്കലി നോട്ട്സ് അധികം എനിക്ക് നോക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യത്തേക്ക് ഞാൻ ശൂന്യയുടെ മെറ്റീരിയൽസ് ഞാൻ നോക്കി, അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ GS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ പല പല നോട്ടുകൾ നമുക്ക് റാൻഡം ആയിട്ട് കിട്ടുന്ന കറണ്ട് അഫയേഴ്സ്, അതിൽ നിന്നും ഞാൻ നോട്ട് ഉണ്ടാക്കി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. ഓപ്ഷണൽ പിന്നെ ഓപ്ഷണൽ സെയിം ഇവിടെ ഫോർച്യൂണിലെ നോട്ട്സ് ഉണ്ടായിരുന്നു, പ്ലസ് ഞാൻ ശൂന്യ റെഫർ ചെയ്തിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ആൻസർ റൈറ്റിംഗ് നല്ലോണം ചെയ്തിരുന്നു. ബേസിക് ബുക്സ് ഒക്കെ ഏതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? GS മെയിൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ GS ശൂന്യ തന്നെയാണ്, ഓപ്ഷണൽ ഫോർച്യൂൺ മെറ്റീരിയൽ. പിന്നെ അത് പ്രിലിംസിന്റെ കേസ് പറയാനാണെങ്കിൽ ലൈക്ക് പോളിറ്റി ലക്ഷ്മികാന്ത്, മോഡേൺ ഹിസ്റ്ററി സ്പെക്ട്രം, മിഡീവൽ സതീഷ് ചന്ദ്ര, ഏൻഷ്യന്റ് R ശർമ്മ, പിന്നെ എൻവയോൺമെന്റ് PMF, ജോഗ്രഫി PMF. ഓക്കെ. ടോപ്പേഴ്സ് ഏതെങ്കിലും പറയത്തക്ക ഏതെങ്കിലും ടോപ്പേഴ്സിന്റെ ആൻസർ സ്ക്രിപ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നോ? സജസ്റ്റ് ചെയ്യാനുണ്ടോ നമുക്ക് ഇനി വരുന്ന കുട്ടികളോട്? PSIR-ന് ശക്തി ദുബെ ആൻഡ് ദമൻപ്രീത് അറോറ, ഇവരെ ഇത് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് ഫ്രീ. മറ്റേ GS ഞാൻ പലവരുടെയും നോക്കിയിട്ടുണ്ട്, അങ്ങനെ സ്പെസിഫിക്കലി എടുത്തു പറയാൻ മാത്രമില്ല, ലൈക്ക് റാൻഡം ആയിട്ട് കിട്ടുന്നതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആയിരുന്നു അത്? അതെ, തീർച്ചയായിട്ടും ടോപ്പോസ്കോപ്പി വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പം അത് പ്രിലിംസ് തൊട്ടേ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഇത് വരുന്നുണ്ട് നമുക്ക് UPSC പ്രിപ്പറേഷനിൽ. അപ്പോൾ അതെങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് മാനേജ് ചെയ്തത്? ന്യൂസ് പേപ്പർ ആണോ അതോ മാഗസിൻസ് ആണോ, എങ്ങനെയാണ് ആ ഒരു? എന്റെ പ്രൈമറി സോഴ്സ് ന്യൂസ് പേപ്പർ ആണ്. അപ്പോൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചിരുന്നു, സ്പെഷ്യലി ഫോർ പ്രിലിംസ്. ഹിന്ദു തന്നെയാണ്, സ്പെഷ്യലി ഫോർ പ്രിലിംസ് ന്യൂസ് പേപ്പർ ഞാൻ വായിച്ചിരുന്നു. ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കി, അത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിരുന്നു. അത് എനിക്ക് റെഗുലർലി ആൻഡ് റിപ്പീറ്റഡ്ലി റിവൈസ് ചെയ്യാൻ പാകത്തിന് എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് നോട്ട് തന്നെയായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൂടാതെ തന്നെ ന്യൂസ് പേപ്പറിൽ നമുക്ക് എല്ലാം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഞാൻ ദൃഷ്ടിയുടെ മാഗസിൻ ഉണ്ട്, അത് ഒരു 300 പേജ് ഉണ്ടാവും, മന്ത്ലി മാഗസിൻ. അപ്പൊ ഞാൻ അതിൽ നിന്ന് സെലക്ടഡ് സബ്ജക്ട്സ് മാത്രം എടുത്ത് നോട്ട് ഉണ്ടാക്കി വെച്ച് അതും റിവൈസ് ചെയ്യുമായിരുന്നു. ഇതായിരുന്നു എന്റെ പ്രിലിംസ് കറണ്ട് അഫയേഴ്സ് സ്ട്രാറ്റജി. മെയിൻസിന് പിന്നെ വരുമ്പോൾ ലൈക്ക് എല്ലാം ഒരു സ്നിപ്പറ്റ്സ് ആയിട്ട് നമുക്ക് പല പല സ്ഥലത്തുനിന്നും കിട്ടും. അതുകൂടാതെ തന്നെ ഈ പ്രിലിംസിന് ഞാൻ ഉണ്ടാക്കി വെച്ച നോട്ട് ഞാൻ ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്തിരുന്നു, മെയിൻസിന്റെ കറണ്ട് അഫയേഴ്സ്. സോ അത് മുന്നേ ഉണ്ടാക്കിയ നോട്ട് പ്ലസ് നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പലതൊന്നും കിട്ടുന്ന നോട്ട്സ് ഒക്കെ കൂടിയിട്ടാണ് ഞാൻ മെയിൻസിന് ഉപയോഗിച്ചത്. ഇന്റർവ്യൂവിന് പിന്നെ അഗൈൻ ന്യൂസ് പേപ്പറിലേക്ക് തന്നെയാണ്. ഇന്റർവ്യൂവിൽ വരുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഞാൻ ഫോളോ ചെയ്തത്. ഡെയിലി വായിക്കുമായിരുന്നു? ഡെയിലി വായിക്കും. എത്ര മണിക്കൂർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല, പ്രിലിംസിന് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കും. 1.5-2 മണിക്കൂർ മാക്സിമം വിത്ത് നോട്ട്സ്. അതെ, വിത്ത് നോട്ട്സ്. അപ്പൊ നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷന്റെ ഇത് എത്രത്തോളം പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് എത്ര പെർസെൻറ്റേജ് അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ച നോട്ടിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ആ നോട്ടില്ലാതെയും പറ്റുമായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചിലർ പറയും സെലക്റ്റീവ് റീഡിങ്, ന്യൂസ് പേപ്പർ ഫുൾ ഇരുന്ന് വായിക്കുക, സെലക്റ്റീവ് റീഡിങ് വേണമെന്ന് പറയും. അത് കറക്റ്റ് ആണോ? അല്ല, ന്യൂസ് പേപ്പർ ഫുൾ ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ആവശ്യമില്ലാത്ത പൊളിറ്റിക്കൽ ന്യൂസ് അങ്ങനെ ഒരുപാട് ന്യൂസ് ഉണ്ടാവും. അപ്പൊ അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു മെയിൻസിന്റെ സിലബസ് നോക്കി അത് വരുന്ന രീതിയിലുള്ള നോട്ട്സ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. അപ്പം അതായിരുന്നു, ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്തിരുന്നത് അല്ലേ? അത് ഇന്റർവ്യൂ വരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതെ. ഓക്കെ. 1 ഇയർ വെച്ചാണോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, അതോ പഴയ നോട്ട്സും നോക്കിയിട്ടുണ്ടായിരുന്നോ? കറണ്ട് അഫയേഴ്സ് പലതും ഇപ്പോൾ ഇന്റർനാഷണൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ വരാം. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഞാൻ ഫ്രഷ് നോട്ട്സ് ആണ്, അതായത് 24-ൽ ഉപയോഗിച്ച നോട്ട്സ് പലതും ഞാൻ 25-ൽ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ. സോ ഓരോ ഇയർ കഴിയുമ്പോഴും ഫ്രഷ് നോട്ട്സ് ആയിട്ടായിരുന്നു. ഓക്കെ. അപ്പം ഇന്റർവ്യൂവിൻ്റെ ഒരു കേസിലേക്ക് നമുക്ക് വരാം ഇനി. അപ്പോൾ ഡാഫ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഓക്കെ. അതിന് ആരെങ്കിലും പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതോ അരവിന്ദ് തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്? ഞാൻ ആക്ച്വലി CAPF-ന് പോയിരുന്നു, UPSC തന്നെ. അപ്പോൾ അത് ഞാൻ സ്വയമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതേ സംഭവങ്ങൾ തന്നെ കുറച്ച് വേർഡിങ്സ് ഒക്കെ മാറ്റി പല ആൾക്കാരും ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ CSCയുടെ ഇന്റർവ്യൂവിന് ഡാഫിന് കൊടുത്തത്. അത് ഇവിടുത്തെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഞാൻ പോയിരുന്നു. ഓക്കെ. അപ്പം ഈ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ? ഉണ്ട്. അപ്പം അത് എങ്ങനെയായിരുന്നു? എത്ര ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു? ഞാനൊരു 7 to 8 ഇന്റർവ്യൂസ് എന്നാണ് എന്റെ ഓർമ്മ. ഏകദേശം അത്ര എടുത്തിട്ടുണ്ട്. ഓക്കെ. എല്ലാം പല സ്ഥലത്തുനിന്നായിരുന്നു, അത് ഓൺലൈൻ ആയിരുന്നു? പല സ്ഥലത്തുനിന്നും എടുത്തിട്ടുണ്ട്, ഓൺലൈൻ 1-2 എടുത്തിട്ടുണ്ട്. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനായിട്ടും. ഏതാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വന്നത്? എനിക്ക് ഓഫ്ലൈൻ തന്നെയാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ പോലും പല മോക്ക് ഇന്റർവ്യൂസും ആക്ച്വൽ ഇന്റർവ്യൂ പോലെയല്ല. അപ്പോൾ അഗൈൻ ഇത് നമ്മളൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിന് വേണ്ടി പോകാമെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ അരവിന്ദിന്റെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും.
എങ്ങനെയുണ്ടായിരുന്നു? ടെൻസ്ഡ് ആയിരുന്നോ? എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ അത്യാവശ്യം കൂളായിരുന്നു. അതായത് ബോർഡ് സഞ്ജയ് വർമ്മ ബോർഡായിരുന്നു. സഞ്ജയ് വർമ്മ വാസ് ആക്ച്വലി ഒരു ചിൽ പേഴ്സൺ എന്നാണ് എല്ലാവരും പറയാ. എൻ്റെ ഇന്റർവ്യൂ 2 ഫെബ്രുവരി 2026 ആഫ്റ്റർനൂൺ സെഷനിലായിരുന്നു. അപ്പോൾ കേരള ഹൗസിൽ നിന്ന് പോയി. പിന്നെ എൻ്റെ 4th to enter ആയിരുന്നു. എൻ്റെ ഇന്റർവ്യൂ വളരെ വെറൈറ്റി ആൻഡ് ഫൺ ഇന്റർവ്യൂ ആയിരുന്നു. ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അല്ലേ? അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, ബോർഡ് പ്രസിഡന്റ് ചോദിച്ചു ഹാവ് വി മെറ്റ് ബിഫോർ, മുന്നേ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അത് അദ്ദേഹം വിചാരിച്ചു CAPF ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ ബോർഡായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഡിഫറെന്റ് ബോർഡായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, മുന്നേ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആള് എൻ്റെ അടുത്ത് റാൻഡമായിട്ട് ചോദിച്ചു ആമിർ ഖാനെ റോൾ മോഡലായിട്ട് കാണാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് താല്പര്യമുള്ളവർക്ക് ആമിർ ഖാനെ റോൾ മോഡലായിട്ട് കാണാം, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു ശരി സർഫറോഷ് ആമിർ ഖാന്റെ ഒരു സിനിമയാണ്, അത് കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിലത്തെ ക്യാരക്ടർ ഞാനായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആണ്. അതായത് IAS കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു, പക്ഷെ IPS ആണ് ഫസ്റ്റ് പ്രിഫറൻസ് എടുത്തത്. താൻ അതുപോലെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സിനിമ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് IPS ആണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ചോദിച്ചു വന്ന് പോലീസിങ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു ആരെങ്കിലും ബുള്ളി ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് യെസ് പറഞ്ഞു. അപ്പോ അവരെല്ലാവരും ഒന്ന് ഞെട്ടി, കാരണം അവര് എക്സ്പെക്ട് ചെയ്യാത്തൊരു ആൻസറാണ് ഞാൻ അവിടെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പിന്നെ കഥയൊക്കെ പറഞ്ഞു, സ്കൂൾ കാലത്താണ് ചെയ്തിരിക്കുന്നത്, പിന്നീട് ഞാൻ സോറി പറഞ്ഞ കഥയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ മെമ്പേഴ്സ് ചോദിച്ചു തുടങ്ങി. 2nd മെമ്പർ പോലീസിങ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചത്. 3rd മെമ്പർ കുറച്ച് റാൻഡം ഔട്ട് ഓഫ് നോവർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന്റെ സാലറി കൂട്ടുന്ന കാര്യം, അങ്ങനെ കുറച്ച് ഔട്ട് ഓഫ് നോവർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4th മെമ്പർ കുറച്ച് IR റിലേറ്റഡ് ആയിരുന്നു. മേ ബി PSIR ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടായിരിക്കാം, നമ്മുടെ താരിഫ് അങ്ങനത്തെ കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. 5th ഒരു ലേഡി മെമ്പർ ആയിരുന്നു. ലേഡി മെമ്പർ കുറച്ച് പാട്രിയാർക്കി, മിസോജിനി അങ്ങനത്തെ ആംഗിളിൽ നിന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 1-2 പേര് ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആയിരുന്നു. ചിലർ നമ്മളെ പറയാൻ സമ്മതിക്കാത്ത ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളുണ്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങനെയായിരുന്നു ഇന്റർവ്യൂ പോയത്. ആ ടൈമിൽ എന്തായിരുന്നു ഫീൽ ചെയ്തത്? അപ്പോൾ എങ്ങനെ ആൻസർ കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മൈൻഡിൽ നിന്നാണോ ആൻസർ കൊടുത്തത്, അതോ ആലോചിച്ചിട്ടാണോ? എങ്ങനെ? എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ജെന്യുവൻ ആൻഡ് ഓണസ്റ്റ് ആയിട്ട് ആൻസർ പറയാന്നുള്ളതായിരുന്നു. അത് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ മോക്ക് ഇന്റർവ്യൂല് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഒരു ഇത് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇവൻച്വലി ഇന്റർവ്യൂവിന് മാർക്ക് വന്നിട്ടുണ്ട്. ഇറങ്ങി കഴിഞ്ഞപ്പോ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, ഇറങ്ങിക്കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഞാൻ ഇൻഡിഫറന്റ് ആയിരുന്നു. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് കുറച്ചല്ല കുറച്ചധികം. അതിന്റെ ഇടയ്ക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ 5 പേരും ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇന്റർവ്യൂ തീർന്നു എന്ന് വിചാരിച്ചു. അവര് താങ്ക് യു ഒക്കെ പറഞ്ഞു. ഞാൻ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് ആരൊന്നും പറയുന്നില്ല. ഞാൻ എണീറ്റ് നടന്നു, താങ്ക് യു പറഞ്ഞു. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇനിയും ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്ത്, അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി. അപ്പോ അതൊക്കെ കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻച്വലി തിങ്സ് വർക്ക്ഡ് ഔട്ട്. ഓക്കെ, ഇപ്പൊ ഇന്റർവ്യൂവിന് നല്ലൊരു മാർക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും ഒരു റാങ്കിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇന്റർവ്യൂവിന്റെ മാർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡന്റ് എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം, അല്ലേ? അപ്പൊ ഇനി വരുന്ന കുട്ടികൾക്കാണെങ്കിലും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാവട്ടെ, അല്ലേ? ജെന്യൂൻ ആൻഡ് ഓണസ്റ്റ് ആവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്. പലരും ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ചോദിച്ചു ബുള്ളിങ് എന്തിനാ അഡ്മിറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. കൂടുതലും അതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഒരാൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഓണസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു ഉള്ളതുകൊണ്ട് മേ ബി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സ്ട്രെസ് മാനേജ്മെന്റ്, അപ്പം അതെങ്ങനെയൊന്ന് മാനേജ് ചെയ്യാം? ഒരു 2 വർഷത്തെ ജേർണിയിൽ അരവിന്ദിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? 24 ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. ഇന്റൻസീവായിട്ട് പഠിച്ചിരുന്നു. ലൈക്ക് സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ളത് തലയിൽ കൂടെ പോയിരുന്നില്ല, പക്ഷെ സ്ട്രെസ്ഡ് ആയിരുന്നു. 25 വന്നപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയി. അപ്പോൾ ഞങ്ങൾ റെഗുലർലി ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. അപ്പോൾ അത് നല്ലൊരു സ്ട്രെസ് ബസ്റ്റർ ആയിരുന്നു. വീക്ക്ലി ബേസിസിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. അത് പുറത്തുനിന്ന് വലിയൊരു ടീം ഉണ്ടായിരുന്നു, ഒരു 20-25 പീപ്പിൾ ടീം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഗ്രൂപ്പ് പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാം. അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് തന്നെയാണ് 25 അറ്റംപ്റ്റ് കൊടുത്തത്. പിന്നെ CAPF അഗൈൻ അതൊരു വലിയൊരു ഫാക്ടർ ആയിരുന്നു, കാരണം ഓൾറെഡി നല്ലൊരു ഗ്രൂപ്പ് എ സർവീസ് കിട്ടി, നല്ലൊരു ബാക്കപ്പായി, സോളിഡ് ബാക്കപ്പായി. അപ്പോൾ ഐ തോട്ട് ഇനി ഞാൻ ഇത്ര സ്ട്രെസ് എടുത്ത് പഠിക്കേണ്ട, കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോവാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയി. അപ്പോൾ അതും ആ ഒരു കോൺഫിഡൻസ്, ഒരു പ്ലാൻ ബി എന്നുള്ളത് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെയായിരുന്നു.
ബിടെക് കഴിഞ്ഞപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ആയിരുന്നു പ്രിപ്പറേഷൻ? അതിന്റെ കൂടെ പ്രിപ്പറേഷൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് പ്രോപ്പർ ആയിരുന്നില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഓക്കെ. അപ്പൊ എന്തായാലും സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് ഇല്ലാതെ പഠിക്കുന്നതാണ് കൂടുതലും പ്രൊഡക്റ്റീവ്. ഓക്കെ, റിലാക്സ് ആയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പ്രിലിംസ് ഇപ്പം മെയിലാണ് വരാൻ പോകുന്നത്, 2026 പ്രിലിംസ്. അപ്പം ഈ ഒരു 1.5 മന്ത് മാത്രമേ ഉള്ളൂ ഇനി വരുന്ന കുട്ടികൾക്ക്. അപ്പോൾ എന്താണ് ആ ഒരു 1.5 മന്ത് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം? പല കാര്യങ്ങളുണ്ട്, ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകേണ്ടത്? ഞാൻ എൻ്റെ സ്റ്റോറി പറയാം. ഇപ്പോൾ 24 പ്രിലിംസ് എഴുതുന്നതിന് മുമ്പ് ഈ ഒരു സമയത്ത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഹെൽത്ത് നോക്കാൻ വേണ്ടി. പക്ഷേ ഇവൻച്വലി എനിക്ക് പ്രിലിംസ് കയറാൻ പറ്റി. കാരണം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഇട്ട എഫേർട്ട് ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതുവരെ നിങ്ങൾ ചെയ്ത എഫേർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ അതിൽ ട്രസ്റ്റ് ചെയ്തിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇനി കമ്മിങ് മന്ത്, അതായത് ഒരു മാസം നിങ്ങൾക്ക് റിവിഷൻ ഉള്ള സമയമാണ് മെയിനായിട്ട്. ഇതുവരെ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാം. ആൻഡ് അത് കൂടാതെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് PYQs റെഗുലർലി പ്രാക്ടീസ് ചെയ്യാം. അത് റിപ്പീറ്റഡ് ആയിട്ട് PYQs ഇനി ഉള്ള സമയം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. എത്ര വർഷത്തെ PYQs ആണ് അരവിന്ദ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ 2017 to 2023, 2024 ഏകദേശം ഒരു 7-8 ഇയേഴ്സിന്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഹെൽത്ത് നല്ലോണം ശ്രദ്ധിക്കുക. ലൈക്ക് ഇപ്പൊ ഒരു ക്രൂഷ്യൽ ടൈമാണ്, അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ടൈമാണ്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ എല്ലാം നമ്മൾ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരുത്തി വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ മെയിൻസിന്റെ കാര്യങ്ങളിലാണെങ്കിലും അല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ട് ഒരു മാസത്തിന് മുന്നേ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മെയിനായിട്ട് ഹെൽത്ത് തന്നെയാണ്. കാരണം മെയിൻസ് എന്ന് പറഞ്ഞാൽ അത്രയും മെന്റലി മാത്രമല്ല ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഹെൽത്തി ബോഡി ഉണ്ടെങ്കിലേ നമുക്ക് മര്യാദയ്ക്ക് മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ അതുകൂടാതെ തന്നെ റിവിഷൻ നല്ലോണം റെഗുലർലി ആൻഡ് ഇന്റൻസീവ്ലി ചെയ്യേണ്ട സമയമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു UPSC ആസ്പിറന്റ് ഇന്ന് ഒരു ഓഫീസർ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പം എന്ത് മാറ്റാണ് തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലി മാറ്റൊന്നും തോന്നുന്നില്ല. ഇനി ട്രെയിനിങ് ചെയ്യുമ്പോൾ മുകളിൽ ഇത് എടുക്കുമായിരിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റം തോന്നുന്നില്ല. അഗൈൻ ആൾക്കാർ നമ്മളെ പെർസീവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുണ്ട്. സോ അതും ഫീൽ ചെയ്യാനുണ്ട്. അപ്പം ഇനി എന്താണ് വരുന്ന UPSC ആസ്പിറൻസിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ സ്ട്രാറ്റജി? ഫ്രണ്ട്സിനാണെങ്കിലും ഇനി പുതിയ കുട്ടികൾ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടാവും, അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ വരുമ്പോൾ ഒരു സ്ട്രോങ് പർപ്പസോട് കൂടി വരിക. അത്രയും ഇന്റൻസിറ്റിയോട് കൂടി ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഇവൻച്വലി കയറാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് നമ്മുടെ ഇന്റൻഷൻ റൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക, വന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ആൾക്കാരോട്. അഗൈൻ പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റമായിട്ട് യൂസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്യൂവല് കെടാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ഫാമിലി. അതൊരു ഫാക്ടറാണ്. അതെ തീർച്ചയായിട്ടും. എൻ്റെ വീട്ടിൽ അങ്ങനെ ഇന്ന കരിയറിൽ പോകണം, ഇന്നത് പോകണം എന്നുള്ള ഒരു റെസ്ട്രിക്ഷനും വെച്ചിട്ടില്ല. സോ അത് തന്നെ വലിയൊരു സപ്പോർട്ടാണ്. ആൻഡ് അഗെയിൻ അത് മാത്രമല്ല, മെന്റലി ആൻഡ് ഫൈനാൻഷ്യലി വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് വളരെ ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. പല കുട്ടികളും അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കിന്റെ കൂടെ പലരും കഷ്ടപ്പെട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു പ്രിവിലേജ്ഡ് പൊസിഷനിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ബിറ്റ്വീൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഓക്കെ. പിന്നെ റീഡിംഗ് റൂം, നമ്മുടെ ഇവിടെ റീഡിംഗ് റൂം ആണല്ലോ അരവിന്ദ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു റീഡിംഗ് റൂമിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് ഒരു UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം? ഞാൻ എൻ്റെ റൂമിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങിപ്പോവും. സോ ഇവിടെ വന്ന് ഇരിക്കാന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആണ്. എന്ത് പറഞ്ഞാലും ഇവിടെ ആവശ്യത്തിന് നമുക്ക് ഹെൽപ്പ് കിട്ടും. സോ ഇവിടെയാണ് ഞാൻ ഇരുന്ന് പഠിച്ചത്. എൻ്റെ ദിവസം മുഴുവൻ ഞാൻ ഇവിടെയാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ എൻ്റെ ദിവസം മുഴുവൻ ഞാൻ ഇവിടെ തന്നെയാണ്. സോ ഈ റീഡിംഗ് റൂമാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇരുന്ന് പഠിക്കാൻ സഹായിച്ചതും. ഇവിടെ കിട്ടിയ പിയർ ഗ്രൂപ്പ്, ഇവിടെ കിട്ടിയ ഒരു എക്കോസിസ്റ്റം ആണ് എന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു റാങ്കിൽ എത്തിച്ചത്. അരവിന്ദിൻ്റെ ഈ ഒരു വിലപ്പെട്ട ടൈം iTutorന്റെ ഈ ഒരു ടോക്ക് സ്പേസിൽ സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. ഇനി ഫ്യൂച്ചറിൽ നല്ല സർവീസുകൾ കാഴ്ചവെക്കട്ടെ. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കാണാനായിട്ട്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്.